ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അതുലിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് 3 ആമ്പൽ തൈകൾ കിട്ടി. എനിക്ക് ആമ്പൽ നടാൻ വേണ്ടി വളരെയധികം എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആമ്പൽ തൈകൾ വാങ്ങണം, എനിക്ക് അതിൻ്റെ പൂവ് ആ പൂവ് എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ വീട്ടിൽ വിരിയണം എന്ന് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്കൊരു ആമ്പൽ തൈ വേണം. അതിൽ എന്നോട് പറഞ്ഞു, ടീച്ചർ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ അത് കൊണ്ടുവരാം. അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം അതിൽ 3 ആമ്പൽ തൈകൾ കൊണ്ടുവന്നു. പിങ്ക് നിറമാണ് കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ 3 ബേസിലായിട്ട് ഞാൻ നട്ടു. അതിൽ ഒരെണ്ണം പൂത്തു. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഞാൻ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ആമ്പൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വിരിയുന്നത്. ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ നടുന്നതും ആദ്യമായിട്ട് തന്നെയാണ് അത് വിരിയുന്നതും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണവും മറ്റു കാര്യങ്ങളും എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു 60 രൂപയുടെ ഒരു ബേസിനാണ് 3 ബേസിനുകൾ വാങ്ങിച്ചു. 3 ബേസിനുകൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുറച്ച് മണ്ണ്, അതിൻ്റെ ഒരു അരഭാഗം മണ്ണ്, അതിന് തകുന്നതായിട്ടുള്ള ചാണകപ്പൊടി, പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, വെർമി കമ്പോസ്റ്റ്, പിന്നെ വേറെ ചകിരിച്ചോറ്, പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, DAP വളം, അതും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ ആമ്പൽ ഞാൻ അതിൽ നട്ടുവെച്ചു. അങ്ങനെ ഈ 3 ബേസിലായിട്ട് ഇതേ സെയിം കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഓരോ ആമ്പൽ തൈയും അതിൽ നട്ടുവെച്ചു. അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടെയാണ് നടുന്നത്. ഇത്ര ദിവസത്തിനകം പൂവുണ്ടാകും, ഇത്ര ദിവസത്തിനകം അത് നല്ലവണ്ണം പൊടിക്കും, അത് നടുകയുണ്ടായി. അപ്പോൾ തുടർന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ആമ്പൽ തൈ ഓരോ ബേസിൽ നട്ടുവെച്ചു. എന്നിട്ട് പതിയെ വെള്ളം വീഴ്ത്തി. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ താമര നട്ടപ്പോഴും ഇതുപോലെ ഞാൻ പറയുകയുണ്ടായി, സ്പീഡിന് വെള്ളം വീഴ്ത്തരുത്. എങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ വച്ചിരിക്കുന്ന ഇത് എല്ലാം എന്ന് വെച്ചാൽ ഈ ചകിരിച്ചോറ്, പിന്നെ ഈ ചാണകപ്പൊടി, അതെല്ലാം എന്ത് ചെയ്യും, മീതെ പൊങ്ങി വന്ന് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് പതിയെ വെള്ളം വീഴ്ത്തുക. പതിയെ വെള്ളം വീഴ്ത്തി എന്ത് ചെയ്യുക, അതിന് 3/4 ഭാഗവും നിറയ്ക്കുക. അപ്പോൾ ഈ ഇലകൾ എന്ത് ചെയ്യും, ഈ ഏറ്റവും മീത ഇങ്ങനെ നല്ല വിരിഞ്ഞ് കിടക്കും പോലെ കിടക്കും. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ ഇതിനുള്ളിൽ കുഞ്ഞ് കിളിർപ്പുകൾ വരാൻ തുടങ്ങും. ഈ തിളിർപ്പ് എന്ന് വെച്ചാൽ ഇലകൾ മുളച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആമ്പൽ മുളച്ചു എന്ന്. അങ്ങനെ 1-2 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നല്ല പുഷ്ടിയോടെയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നല്ല പുഷ്ടിയോടുകൂടെയാണ് ആമ്പൽ നിൽക്കുന്നത്. നല്ലൊരു പൂവും വന്നിട്ടുണ്ട്, നല്ലൊരു പിങ്ക് പൂവും വന്നിട്ടുണ്ട്. ഇനി തുടർന്ന് അത് കഴിഞ്ഞിട്ട് ഈ ആമ്പൽപ്പൂ നമ്മൾ പറിച്ച് കളയാതിരുന്നാൽ, അതിനെ നമ്മൾ നുള്ളി കളയാതിരുന്നാൽ അതിൽ നിന്ന് തന്നെയാണ് വിത്ത് വരുന്നതും പുതിയ തൈകൾ രൂപപ്പെടുന്നത്. പുതിയ തൈകൾ നിറയെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പരിപാലനം ഇപ്രകാരമാണ്. ഇതിൽ വലിയൊരു ആട്ടാമ്പുഴു പോലത്തെ ഒരു വലിയ പുഴുവുണ്ട് കേട്ടോ. ഈ വലിയ പാമ്പിൽ ഏറ്റവും കുഞ്ഞ് ഇത്ര നീളെ വരുള്ളൂ. പാമ്പിൻ്റെ നിറമായിരിക്കും, 2-3 വരകളുമായിട്ട്. അതിനെ എന്ത് ചെയ്യുക, അതിനെ എടുത്ത് കളയണം നമ്മൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൽ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഇലകൾ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ പുതുതായിട്ട് കിളിർത്ത് വരുന്ന ഇലകൾ മുഴുവനും ഈ പുഴു കഴിക്കുകയും അതുമൂലം ഇത് നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ആമ്പൽ തൈകൾ നിറയെ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒന്നിൽ നിന്ന് തന്നെ നിറയെ കിട്ടും ഈ പൂക്കൾ വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലകൾ, ഈ പ്രായമായ ഇലകളുണ്ടല്ലോ, ഈ ഇതുപോലത്തെ ഇലകൾ, ഒരു മഞ്ഞ നിറത്തിലൊക്കെ ഇരിക്കുന്ന ഇലകളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഏറ്റവും പഴകിയ ഇലകൾ, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ പിച്ചി എടുത്ത് കളയരുത്. കാരണം അതിങ്ങനെ
കിടന്ന് തന്നെ അതിൻ്റെ അതിൻ്റെ ഈ കാണ്ഡവും ആ ഇലയും തമ്മിൽ വന്ന് നിൽക്കുന്ന ഭാഗത്ത് നിന്നും പുതിയ ആമ്പൽ തൈകൾ രൂപപ്പെടുവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഇലകൾ നുള്ളിക്കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഏതൊക്കെ നുള്ളിക്കളഞ്ഞിട്ടുണ്ടോ അതെല്ലാം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് നുള്ളിക്കളയരുത്. പുതുതായിട്ട് എന്ത് ചെയ്യും, അത് പുതിയ തൈകൾ രൂപപ്പെടും. പുതിയ തൈകൾ രൂപപ്പെട്ട് പുതിയ ആമ്പൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ഇടുക ഡൗട്ടുകൾ. ഇതോടെ എൻ്റെ വീഡിയോ ആമ്പലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ വേറെ ആരടുത്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. ബൈ ബൈ.